നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ഒരാളുടെ പേര് എത്ര ഓർക്കാൻ ശ്രമിച്ചിട്ടും ഓർക്കാൻ സാധിക്കുന്നില്ലേ? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നോർത്ത് നിങ്ങൾ ഒരു റൂമിലേക്ക് കയറി വന്നിട്ട് പെട്ടെന്ന് ഒരു നിമിഷത്തിൽ എന്തിനാണ് കയറി വന്നത് എന്നുള്ളത് മറന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടാകാറുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം എഴുതിയിരിക്കുന്നത് വായിച്ച് നോക്കി എത്ര പ്രാവശ്യം വായിച്ചു നോക്കിയിട്ടും മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ? പൊതുവിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് അത് ചിലപ്പോൾ സ്ട്രെസ് കൊണ്ടാവാം, അല്ലെങ്കിൽ ഉറക്കക്കുറവ് കൊണ്ടാവാം, ഇനി അതുമല്ല എങ്കിൽ ഒരുപാട് സമയം മൊബൈൽ നോക്കി ഇരുന്നത് കൊണ്ടാകാം എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചു തള്ളുന്ന ഒരു ശീലം നമുക്ക് കാണും. പക്ഷേ ആക്ച്വലി ഇതൊക്കെ നമ്മുടെ ലൈഫിൽ സ്ഥിരം സംഭവിക്കുന്ന ഒരു കാര്യമാണ് എങ്കിൽ അതൊരു വാർണിംഗ് സൈൻ തന്നെയാണ്. നമ്മളുടെ ബ്രെയിനിനെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ളതിന്റെ ഒരു സൈൻ. ഞാൻ സിമി റോബിൻ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, ഫാമിലി ആൻഡ് റിലേഷൻഷിപ്പ് കൗൺസിലർ ആൻഡ് പ്രൊഫഷണൽ ട്രെയിനർ. നമ്മളൊക്കെ നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ചും അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച്, ഇനി അതുമല്ല എങ്കിൽ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ ഇതുപോലെയുള്ള അസുഖങ്ങളൊക്കെ കുറയാനായിട്ടും അല്ലെങ്കിൽ വരാതിരിക്കാനായിട്ടും ഒക്കെ എന്തൊക്കെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് അവെയർ ആണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ. എന്നാൽ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് നമ്മളുടെ ബ്രെയിനിന്റെ ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ബ്രെയിനിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്ഥിരമായി മറന്നു പോകുമ്പോൾ നമ്മൾ പൊതുവിൽ പറയുന്ന ഒരു കാര്യം, പ്രായമൊക്കെ ആയി വരികയല്ലേ, അതുകൊണ്ടാണ് മറവി സംഭവിക്കുന്നതെന്ന്. ഈ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള മറവികളെയാണ് എങ്കിലും അത് അത്രയും ഫാസ്റ്റിലേക്ക് മറവി എന്ന് പറയുന്നതിലേക്ക് പോകാതിരിക്കാനായിട്ട് നമ്മുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്തെടുത്താൽ നമുക്ക് സാധിക്കും. നമ്മളുടെ ഫോക്കസ് കൂട്ടാനായിട്ട്, അതോടൊപ്പം തന്നെ ഒരു കാര്യത്തിലുള്ള നമ്മളുടെ ശ്രദ്ധയൊക്കെ ഇംപ്രൂവ് ചെയ്യാനും ഓർമ്മ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന ബ്രെയിൻ എക്സസൈസുകളുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഏതൊക്കെ ബ്രെയിൻ എക്സസൈസുകളാണ് നമ്മളുടെ ബ്രെയിനിന്റെ ഹെൽത്തിന് ഉതകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ട്രെയിനിങ് ഇൻ മൈൻഡ്ഫുൾ അറ്റൻഷൻ. ഏറ്റവും അധികം നമ്മുടെ ബ്രെയിനിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എക്സസൈസ് ആണ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. വളരെയധികം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു എക്സസൈസ് ആണിത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ദിവസം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നമ്മൾ എവിടെയെങ്കിലും ഒരു കാമായിട്ടുള്ള ഒരു സ്ഥലത്ത് അധികം ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാതെ ഒന്ന് നിവർന്നിരിക്കുക. ശേഷം കണ്ണുകൾ അടച്ച് നമ്മളുടെ ശ്വസനത്തിൽ ഒന്ന് ഫോക്കസ് ചെയ്യുക. നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നതിനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഒരു 5 മിനിറ്റ് ഇരിക്കാൻ നോക്കിയാൽ തീർച്ചയായും ഒരുപാട് ചിന്തകൾ നമ്മളുടെ മനസ്സിലേക്ക് വരും. അതൊക്കെ സ്വാഭാവികമാണ്. പതിയെ നമ്മൾ ക്ഷമയോടെ തന്നെ വീണ്ടും ആ ഒരു ചിന്തയിൽ നിന്ന് നമ്മളുടെ മനസ്സിനെ നമ്മളുടെ ശ്വസനത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ നമ്മളുടെ ശ്വസനത്തിൽ ഫോക്കസ് ചെയ്യാൻ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ബ്രെയിനിലെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ് പോലുള്ള ഏരിയകളിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടും അത് നമ്മളുടെ ഡിസിഷൻ മേക്കിംഗ്, അതോടൊപ്പം തന്നെ നമ്മളുടെ കോൺസെൻട്രേഷനും ഫോക്കസും ഒക്കെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മെമ്മറി ചങ്കിങ് എക്സസൈസ്. നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷനെ കുറിച്ച് ബ്രെയിനിൽ സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊന്ന് ഓർക്കണമെങ്കിൽ ആ ഒരു ഇൻഫർമേഷനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ആ കാര്യത്തെ ഓർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിനിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മൊബൈൽ നമ്പർ, ആ മൊബൈൽ നമ്പറിലെ 10 ഡിജിറ്റുകളും ഒരുമിച്ച് കാണാതെ പഠിക്കുന്നതിന് പകരം അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 2ഓ 3ഓ പാർട്ടുകളാക്കി ഓർമ്മിക്കാനായിട്ട് നമ്മൾ പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ അവിടെ നമ്മുടെ ബ്രെയിനിനെ നമ്മൾ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഒരു എക്സസൈസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ ബ്രെയിനിന് കൂടുതൽ ഫോക്കസ് കിട്ടാനും അതോടൊപ്പം തന്നെ കൂടുതലായിട്ടും എല്ലാ കാര്യങ്ങളും ഓർമ്മിക്കാനായിട്ടുള്ള ഒരു കഴിവ് കൊടുക്കാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. ട്രെയിനിങ് ഫോർ 2 ടാസ്ക്. അതായത് 2 ജോലികൾ നമ്മൾ ഒരേ സമയം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ 2 എണ്ണം ഒരുമിച്ച് ഒരേ സമയം ചെയ്യാൻ ശ്രമിക്കുകയാണ് ഈ ഒരു ബ്രെയിൻ എക്സസൈസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ചെറിയതായിട്ടുള്ള ജോലി, ഹൗസിൽ ക്ലീനിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷന് കേൾക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇനി അതും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഓർമ്മിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അതുമല്ല എങ്കിൽ നമുക്ക് ഡിജിറ്റുകൾ ബാക്ക്വേർഡ് ഒക്കെ ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ എക്സസൈസുകളായിരിക്കാം, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിരിക്കാം. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ ഡിഫറെന്റ് ഏരിയാസിനെ അത് ആക്ടിവേറ്റ് ചെയ്യാനും ന്യൂറോണൽ കണക്ഷൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. എക്സസൈസ് ഫോർ റിമെമ്പറിങ് തിങ്സ് വിഷ്വലി. നമ്മളൊക്കെ എന്നും ന്യൂസ് പേപ്പർ വായിക്കുന്ന ഒരു ശീലമുള്ള ആളുകളായിരിക്കും. അങ്ങനെയെങ്കിൽ ന്യൂസ് പേപ്പറിൽ ഏതെങ്കിലും ഒരു ന്യൂസ്, ഒരു ഏരിയയിലുള്ള ഒരു ന്യൂസ് നിങ്ങൾ വായിക്കുന്നു, അല്ലെങ്കിൽ ഏതൊരു പർട്ടിക്കുലർ ന്യൂസിൽ മാത്രം നിങ്ങൾ വായിച്ചതിന് ശേഷം
ഒരു 30 സെക്കൻഡ് ജസ്റ്റ് ആ ഒരു ഇൻഫർമേഷനിലേക്ക് ഫോക്കസ് ചെയ്തതിനു ശേഷം നിങ്ങളുടെ കണ്ണുകൾ അടച്ച് എന്താണ് നിങ്ങൾ ആ ഒരു ഏരിയയിൽ വായിച്ചത് എന്നുള്ളത് മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. അവിടെ എന്തെങ്കിലും പിക്ചർ ഉണ്ടായെങ്കിൽ ആ പിക്ചർ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാം. അതിലെന്തെങ്കിലും കളറുകൾ ഉണ്ടായെങ്കിൽ അതൊക്കെ ആ ഒരു കോമ്പിനേഷൻ ഒക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ബ്രെയിൻ എക്സസൈസ് നമ്മളുടെ അറ്റൻഷനും അതോടൊപ്പം തന്നെ കോൺസെൻട്രേഷനും ഒക്കെ കൂട്ടാനായിട്ട് സാധിക്കും. ഇനി ന്യൂസ് പേപ്പർ അല്ല എങ്കിൽ നമ്മൾ റൂമിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ നമ്മുടെ റൂം മൊത്തമായാലും ഒരു 30 സെക്കൻഡ്സ് ഒന്ന് ജസ്റ്റ് നോക്കുക. അതിനുശേഷം നമ്മളുടെ കണ്ണുകൾ ഒന്ന് അടച്ച് മാക്സിമം എത്രമാത്രം ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് മൈൻഡിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ സാധിക്കുമോ അത്രയും ഇൻഫർമേഷൻസ് എന്തൊക്കെ അവിടെ ഉണ്ട്, ഓരോ ഏരിയയിലും എന്തൊക്കെയാണ് എന്നൊക്കെ ഒന്ന് ചിന്തിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് നമ്മളുടെ മെമ്മറി പവർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഫൈൻഡിങ് ഔട്ട് അബൌട്ട് സംതിങ് ന്യൂ, നമ്മളുടെ ബ്രെയിനിന് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല എക്സസൈസ് അല്ലെങ്കിൽ ട്രെയിനിങ് എന്ന് പറയുന്നത് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ്. അത് നമുക്കൊരു പുതിയ ലാംഗ്വേജ് പഠിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്നത് പഠിക്കാം, അങ്ങനെ അല്ലെങ്കിൽ പുതിയൊരു വേർഡ് ഓരോ ദിവസവും നമുക്ക് പഠിക്കാം. അപ്പൊ ഇങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിനെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ബ്രെയിനില് പുതിയ ന്യൂറൽ കണക്ഷൻസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് കോഗ്നേറ്റീവ് ഡിക്ലൈൻ കുറയ്ക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മളുടെ മെമ്മറിയും ഫോക്കസും ഒക്കെ നമുക്ക് ഷാർപ്പാക്കി കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ പൊതുവെ നമുക്ക് അധികമായിട്ടും ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വളരെ കുറവാണ്. കാരണം ഇൻഫർമേഷൻസ് എല്ലാം നമ്മളുടെ വിരൽത്തുമ്പിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് വളരെയധികം കുറവാണ്. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു പ്രൊഫഷൻ ചൂസ് ചെയ്തല്ല അതിൽ മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ അവിടെ നമ്മുടെ പ്രൊഫഷണൽ കോമ്പിറ്റൻസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ നമ്മളുടെ ബ്രെയിന് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒന്നായിരിക്കണം. അതോടൊപ്പം തന്നെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഓർമ്മക്കുറവ് പോലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ പോലുള്ളവർക്കാണെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച് മുമ്പോട്ട് പോകുന്നതിന് അതൊക്കെ ഒരു വലിയ തടസ്സമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഡെയിലി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് നമ്മളുടെ ബ്രെയിൻ ആണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ള ഒരു ഓർമ്മ നമുക്ക് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇതുപോലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം.